നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ അവകാശവാദങ്ങളാണ് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളെ ഒന്നുകൂടി സങ്കീർണമാക്കുന്നത്. കാരണം പ്രധാന സ്ഥാനാർത്ഥികളെല്ലാവരും തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിൽ UDF ഈ മണ്ഡലം തിരികെ പിടിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. തൻ്റെ പിതാവ് ജനപ്രതിനിധിയായിരുന്ന മണ്ഡലം തങ്ങൾ പിടിച്ചു കഴിഞ്ഞു എന്ന അവകാശവാദം UDF വലിയ കോൺഫിഡൻസിൽ ഉയർത്തുന്നുണ്ട്. ഈ അവകാശവാദത്തിൽ എത്ര കഴമുണ്ട് എന്നത് പരിശോധനയുണ്ട്. അതേസമയം M സ്വരാജും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്ന M സ്വരാജിൻ്റെ വാദമുണ്ട്. അതേസമയം PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വമ്പൻ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്. 75,000-ൽ പരം വോട്ടുകൾ പിടിക്കും എന്ന് മാത്രമല്ല 30,000-ൽ പരം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന വമ്പൻ അവകാശവാദങ്ങളും PV അൻവറും പങ്കുവയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മൂന്ന് പേരും എന്തൊക്കെയാണ് അവരുടെ അവകാശവാദങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ വേഗത്തിലൊന്ന് കേൾക്കാം. UDF തകർക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA മാറുക. അതിനേക്കാളും വലുത് ഞാൻ MLA ആവുക അല്ലേ എന്നതിനേക്കാളും വലുത് UDF തിരിച്ചു പിടിക്കുകയാണ്. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ആര്യാടൻ്റെ മണ്ഡലം തിരിച്ചു പിടിക്കും. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ഇനി എണ്ണി എത്രയാണെന്നുള്ളത് തീരുമാനിച്ചാൽ മാത്രം മതി. എത്ര ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാമോ? ഇനി ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം. മണ്ഡലത്തിലെ പൊതുവായ സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. ഓരോ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പോൾ ഉള്ള പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമുക്കറിയുക. ഇപ്പോൾ ഞാൻ ചെല്ല ബൂത്തുകളിൽ ചിലതിലൊക്കെ 75-നോട് അടുക്കുന്നുണ്ട്. അല്ല, 100% വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആത്മവിശ്വാസം എന്താ? ഈ പാവപ്പെട്ട മനുഷ്യന്മാർ നിൽക്കുമ്പോൾ നമ്മളെന്തിനാ ആത്മവിശ്വാസക്കുറവ്? ഈ ജനങ്ങളാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും അല്ലാത്ത PV അൻവർ അന്നും ആളുണ്ടായിട്ടില്ല. 2014 നിലമ്പൂരിൽ കൂടെ ജീപ്പിൻ്റെ മൊത്തം കയറി 14 ദിവസം അന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ജീപ്പിൻ്റെ മുകളിൽ കയറി ഇതിലെങ്ങനെ നിലമ്പൂരിലൂടെ പോയി ഒറ്റ റൗണ്ട് അടിച്ചത്. അതിന് 9,000, 8,900 വോട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ ജനങ്ങളല്ലേ. 70% മുകളിൽ പോളിംഗ് ഉണ്ട്. എത്ര വോട്ട് പ്രതീക്ഷ? 75,000-ന് മുകളിൽ കിട്ടുന്നതന്നെയാണ് പ്രതീക്ഷ. 75,000-ൽ കുറേത്തെ വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂരിപക്ഷത്തെക്കുറിച്ച് എങ്ങനെയാണ്? ഭൂരിപക്ഷം ഈ പറഞ്ഞില്ലേ 10,000-30,000 വോട്ടുണ്ടാവും. അതാണ് അൻവറിൻ്റെ അവകാശവാദം. എന്തായാലും അൻവർ ഉന്നയിക്കുന്ന അൻവറിൻ്റെ പ്രതീക്ഷ ഒക്കൊപ്പം കാര്യങ്ങൾ ഉയരുമോ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവകാശവാദങ്ങൾ സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥികളും മുന്നണികളും അത്ര അവകാശവാദങ്ങൾ ഉന്നയിക്കും. പക്ഷേ പോളിംഗിന് ശേഷവും അല്പം യാഥാർത്ഥ്യമുള്ള കണക്കുകൾ പങ്കുവെച്ചുകൂടെ എന്ന സ്വാഭാവിക ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷേ ഇവരുടെ പ്രതീക്ഷകളാവും. വിശദമായി തന്നെ നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കാം. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോളോ ചെയ്ത 3 പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടി എനിക്കൊപ്പമുണ്ട്. BV അരുൺ, CV അനുമോദ്, ഒപ്പം തന്നെ MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം അരുൺ, ഈ പ്രതീക്ഷകൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഇടതു ക്യാമ്പിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. ഇടതു ക്യാമ്പിൽ സ്വരാജ് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ, അവകാശവാദങ്ങൾ, സ്വരാജിൻ്റെ വാക്കുകളിൽ വലിയ കോൺഫിഡൻസ് നമുക്ക് തോന്നില്ലെങ്കിലും പക്ഷേ പൊതുവിൽ ഇടതു കേന്ദ്രങ്ങൾ നല്ല ഭൂരിപക്ഷ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നുണ്ട്, വിജയപ്രതീക്ഷകളുണ്ട്. അത് എത്ര കണ്ട് ആ വാദത്തോട് വസ്തുതയുണ്ട്? കാരണം പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? എന്താണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ? സത്യത്തെ പോളിംഗ് ശതമാനത്തിലെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന 73.15% ഇതുവരെയുള്ള കണക്ക്. ഒരുപക്ഷെ 75-ന് അടുത്ത് നിൽക്കാം. 76.81 കഴിഞ്ഞ തവണത്തെ 2021 പോളിംഗ് ശതമാനം എത്താൻ സാധ്യത കുറവാണെങ്കിലും 75% നല്ല പോളിംഗ് ആണ്. പ്രത്യേകിച്ചും നിലമ്പൂരിലെ കാലാവസ്ഥ പരിഗണിക്കുമ്പോൾ. മാത്രവുമല്ല, അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ്. മാസങ്ങൾക്ക് മാത്രം അകലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ജനങ്ങൾ സാധാരണ ആ രീതിയിൽ സ്വീകരിക്കാറില്ല. പ്രത്യേകിച്ചും ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പ് പോലും വലിയ രീതിയിൽ ജനങ്ങൾ ആ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ നല്ല പോളിംഗ് ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ മുന്നണികളുടെ അവകാശവാദങ്ങളുടെയും ആശങ്കകളുടെയും ഒരുപോലെ അടിസ്ഥാനം. 3 മുന്നണികളും അവകാശവാദത്തിൽ നിന്ന് ധരിമ്പൂരും പിന്നോട്ട് പോകുന്നില്ല. M സ്വരാജ് പൊതുവിൽ ഒരു മിതമായ പ്രതികരണമാണ് എല്ലാ കാര്യങ്ങളിലും ഈ സ്ഥാനാർത്ഥിയായ ശേഷം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരം ഒരു പരാമർശം നടത്തിയത്. പക്ഷേ LDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ M സ്വരാജിന് മണ്ഡലത്തിൽ പൊതുവെ ലഭിച്ച സ്വീകാര്യത, പുതിയ വോട്ടർമാർ, ആ വോട്ടർമാരിൽ വലിയ പിന്തുണ M സ്വരാജിന് ലഭിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട്. തുടക്കം തൊട്ട് അത്തരമൊരു വിലയിരുത്തൽ CPM കേന്ദ്രങ്ങളും ഇടതു കേന്ദ്രങ്ങളും നടത്തുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റ് 2 സ്ഥാനാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്കുള്ള മികവ് അത് സ്വാഭാവികമായി മണ്ഡലത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് അവർ കരുതുന്നു. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലും വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തു എന്നവർ കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായും
ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത മുസ്ലിം വിഭാഗങ്ങൾ, അത് പൂർണ്ണമായും ഇടതുമുന്നണിയിലേക്ക് വോട്ട് വന്നു എന്നുള്ളതല്ല, PV അൻവറിന് ആ വോട്ട് പോയേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി CPM കേന്ദ്രങ്ങൾക്കുണ്ട്. അത് വളരെ ഒരു യാഥാർത്ഥ്യബോധത്തെ ഒരു വിലയിരുത്തലായി കൂടി കാണണം. PV അൻവർ നേരത്തെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ PV അൻവറിൻ്റെ ഒരുപക്ഷെ വളരെ പിന്നിൽ പോകുന്ന, പേരിന് വേണ്ടി മാത്രം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാകുമോ എന്നതിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അടുക്കുമ്പോൾ PV അൻവർ വലിയ പോരാട്ടം മണ്ഡലത്തിൽ കാഴ്ചവെച്ചു എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇത് നമ്മൾ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ, ഓരോ പഞ്ചായത്തുകളിലേക്ക്, ബൂത്തുകളിലേക്ക് പോകുമ്പോഴും PV അൻവറിൻ്റെ പ്രവർത്തന രീതി മറ്റൊരു പ്രത്യേകതരമായ ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു. നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ പരസ്യ പ്രചരണത്തിന് പോയിരുന്നില്ല PV അൻവർ. മറ്റ് രണ്ട് മുന്നണികളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രചരണത്തെത്തുമ്പോൾ ചില പോക്കറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണമായിരുന്നു PV അൻവറിൻ്റേത്. യൂസഫ് അത്താൻ്റെ റോഡ് ഷോയോട് കൂടിയാണ് PV അൻവർ മറ്റു തലത്തിലേക്ക് പ്രചരണം മാറ്റിയത്. ഇന്നും അദ്ദേഹം ഈ ബൂത്തുകൾ സന്ദർശിക്കുന്നതിന് ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് തോന്നലുള്ള, അല്ലെങ്കിൽ തനിക്ക് തന്നോട് ആഭിമുഖ്യമുള്ള പ്രദേശങ്ങളിലെ വീടുകൾ കൂടി കേന്ദ്രീകരിച്ച് PV അൻവർ പ്രചരണം നടത്തിയിരുന്നു. അവരെ അദ്ദേഹത്തിനൊപ്പം ചില പ്രാദേശിക പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. ശരി അരുൺ, ഞാൻ വരാം. നമുക്ക് അൻവർ ഫാക്ടർ അടക്കം നമുക്ക് വിശദമായി പരിശോധിക്കാം. അനുമോദ്, ഒരു കാര്യം, UDF അരുണിനോടാണ് ആര്യാടൻ ഷൗക്കത്ത് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഈ മണ്ഡലമെന്ന്. അത്രയധികം കോൺഫിഡൻസ് പങ്കുവയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് UDF കണക്ക് കൂട്ടുന്നുണ്ടോ? UDFിൻ്റെ കണക്കെടുപ്പിൽ നമുക്ക് അവസാനമായി ലഭിക്കുന്ന ചില വിവരങ്ങൾ, ചിലയിടങ്ങളിൽ തിരിച്ചടിയുടെ സൂചനകൾ അവർ മണക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആരോപണങ്ങൾ തിരിച്ചടിച്ചു എന്ന ചില പ്രതീക്ഷകളും വരുന്നുണ്ട്, എന്ന ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഈ ഷൗക്കത്ത് അവകാശപ്പെടുന്നത് പോലെ യഥാർത്ഥത്തിൽ UDF ക്യാമ്പിന് അത്ര വലിയൊരു പ്രതീക്ഷയുണ്ടോ? UDF ക്യാമ്പ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അടിയൊഴുക്ക് എന്നുള്ളൊരു വലിയ ഫാക്ടർ UDF ഭയക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ് അത് UDF കാണുന്നത്. ഒന്ന്, PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ. രണ്ട്, UDFിൻ്റെ തന്നെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ചോർച്ച. ഇത് രണ്ടും UDF ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും 15,000 ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഓരോ പഞ്ചായത്തുകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു പോളിംഗ് ശതമാനം സത്യത്തിൽ UDF കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട്, പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് ഏത് തരത്തിൽ ഈ ഒരു ഗതിയെ മാറ്റുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായൊരു ചിത്രം വന്നിട്ടില്ല. ഇവിടെ നേരത്തെ വഴിക്കടവിലും അതേപോലെ തന്നെ UDFിന് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള എടക്കരയിലും അമരമ്പലത്തും കരുളായിലും പോത്തുകളിലുമൊക്കെ PV അൻവർ ആഴത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അത് ആ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് അൻവർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങളിൽ UDFിൻ്റെ വോട്ടുകൾ എത്രമാത്രം ചോരുമെന്ന ആശങ്ക സത്യത്തിൽ UDFിനുണ്ട്. അതോടൊപ്പം തന്നെ VV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ നടപടി, അവരുടെ പരസ്യമായി UDF സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ പോലും കറുത്ത വസ്ത്രം ധരിച്ചു വന്നതും ഏറ്റവും അവസാനം വന്നതും ഇതെല്ലാം തന്നെ പ്രതീകങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിയൊഴുക്ക് UDF ഭയക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി മണ്ഡലത്തിന് പരിശോധിക്കാം. അതായത് പോളിംഗ് ശതമാനത്തിലേക്ക് വരുമ്പോൾ 2025 ഇന്ന് നടന്ന പോളിംഗിൽ 72%. ഈ കണക്ക് പൂർണ്ണമല്ല, ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. 75% വരെ പോളിംഗ് ഉയർന്നേക്കാമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ചില മേഖലകളിൽ നിന്ന് ഇതുവരെയും പോളിംഗ് കണക്കുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില പ്രത്യേക ബൂത്തുകൾ, ചില റിമോട്ട് ഏരിയകൾ, അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കിൽ വലിയ മാറ്റമുണ്ടായേക്കാം. 72 അല്ല, 75% വരെയെങ്കിലും പൂർണ്ണമാണ്. ഈ കണക്ക് പൂർണ്ണമല്ല എന്ന കാര്യം പ്രത്യേകം പ്രേക്ഷകർ ഓർമ്മിക്കുക. മറ്റൊന്ന്,